വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു പാമ്പിൻ്റെ കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് ജനിച്ച ഉടനെ ആരും അതിനെ തല്ലിക്കൊല്ലുകയോ ഇല്ലെങ്കിൽ അതെങ്ങനെയല്ലോ ഒന്നും മരണപ്പെടുന്നു. ഈ പാമ്പിൻ്റെ കുഞ്ഞ് സ്വർഗ്ഗത്തിൽ പോകുമോ നരകത്തിൽ പോകും? ഇതിനെ കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ള വേറൊരു കാര്യം, മൃഗങ്ങൾക്ക് സ്വർഗ്ഗവും നരകവും ഉണ്ടോ? അതോ അവർ ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മണ്ണടിഞ്ഞു പോകുന്നവരാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനെ അവയെയും ദൈവം പാപം ചെയ്തുകൊണ്ട് പുറത്താക്കി. അതായത് തിന്നരുതെന്ന് പറഞ്ഞ ഫലം അവർ തിന്നുകയും അതേ തുടർന്ന് ദൈവം അവരെ ശപിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ദൈവം ഭൂമി മൊത്തം ശപിച്ചു. അതായത് ഭൂമി മൊത്തം ശപിക്കപ്പെട്ടതാകട്ടെ ദൈവം കൽപ്പിച്ചു. അപ്പം മനുഷ്യൻ തെറ്റിയതു, മനുഷ്യനെയും ഭൂമിയും ദൈവം ശപിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള മൃഗങ്ങളോ? ഈ മൃഗങ്ങൾ ഈ ഭൂമിയിലുള്ളത് തന്നെയാണ്. എന്നാൽ പോലും മനുഷ്യൻ ചെയ്തതിൻ്റെ തെറ്റിനെ തുടർന്ന് ഒന്നും അറിയാത്ത മൃഗങ്ങളെയും ദൈവം ശപിച്ചോ? ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഒരു പെറ്റ് കാണുമല്ലോ, പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ വളർത്തുന്ന ഒരു പെറ്റ് കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു. നിങ്ങൾ ആ ചെയ്ത മിസ്റ്റേക്കിൻ്റെ പേരിൽ നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയും നിങ്ങളുടെ പട്ടിയെയും പൂച്ചയെയും നിങ്ങളുടെ കോഴിയെയും വരെ ശിക്ഷിച്ചാലോ? എങ്ങനെ ഇരിക്കും? ഇത് തന്നെയാണ് ബൈബിളിലെ ഉൽപ്പത്തിയിൽ എഴുതി വച്ചേക്കുന്നത്. ബൈബിൾ അനുസരിച്ച് മനുഷ്യൻ മൃഗങ്ങളുടെ മുകളിലാണ്. പക്ഷേ ചിലയിടങ്ങളിൽ മനുഷ്യനെ മൃഗങ്ങളെയും തുല്യരായിട്ട് കാണുന്നുണ്ട്. അതായത് സഭാപ്രസംഗി 3:19-20 വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്, മനുഷ്യർക്ക് സംഭവിക്കുന്ന മൃഗങ്ങൾക്ക് സംഭവിക്കും, രണ്ടിനും ഗതി ഒന്ന് തന്നെ. മനുഷ്യന് മൃഗത്തേക്കാൾ ശ്രേഷ്ഠതയുമില്ല. എല്ലാം മണ്ണിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും മണ്ണായി തീരും. ഈ വാക്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് മനുഷ്യനും മൃഗത്തിനും തുല്യ അവകാശമാണ്. പക്ഷേ ഉൽപ്പത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല പറയുന്നത്. ഉൽപ്പത്തിയിൽ പറയുന്നത് മനുഷ്യൻ മൃഗങ്ങളുടെ മേൽ അടക്കി ഭരിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ വരികയാണ്. കാരണം ഇവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല. മൃഗമാണോ വലുത്, മനുഷ്യനാണോ വലുത്, അതോ മൃഗവും മനുഷ്യനും ഒരുപോലാണോ എന്ന്. ശരിക്കും നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് അവർ. ബൈബിളിൽ പാപം എന്നത് എന്താണ്? അതായത് ദൈവത്തിൻ്റെ നിയമം അറിഞ്ഞിട്ടും അത് ലംഘിക്കുന്നത്. മൃഗങ്ങൾക്ക് നിയമം അറിയത്തില്ല, അവർക്ക് തെറ്റേതാ ശരിയാന്നുള്ള അവയർനെസ് ഇല്ല. അപ്പോൾ ഈ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അവർക്ക് സ്വർഗവും നരകവും പറ്റത്തില്ല. അവർ തെറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ അവർ ചെയ്യുന്ന തെറ്റാണെന്ന് അവർക്കറിയാവോ? അതറിയത്തില്ല. അപ്പോൾ ഇവർ സ്വർഗത്തിൽ പോകുക നരകത്തിൽ പോകുക എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ബൈബിൾ അനുസരിച്ച് ഒരു ചിമ്പാൻസി മറ്റൊരു ചിമ്പാൻസിയുടെ കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ നിന്ന് തട്ടിപ്പറിച്ച് അതിനെ തല്ലിക്കൊന്നാൽ അത് പാപമല്ല. കാരണം അവർക്ക് ദൈവത്തെ അറിയത്തില്ല, തെറ്റും ശരി അറിയത്തില്ല. അവരുടെ മുന്നിലുള്ളത് അവർക്ക് അപ്പം തോന്നുന്ന അവർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ബൈബിൾ അൺസർട്ടനിറ്റി ഉള്ള കുറേ കാര്യങ്ങളൊന്നും ഇതാണ്. അതായത് മൃഗങ്ങളുടെ സ്വർഗവും നരകവും. മനുഷ്യൻ ചെയ്ത തെറ്റിന് അവരെന്തുകൊണ്ട് പുറത്താക്കപ്പെട്ടു? അവർക്കും ഇമോഷൻസ് ഉണ്ടല്ലോ, സ്നേഹവും ദേഷ്യവും അല്ല. അവരും നമ്മളെപ്പോലെ ശ്വസിക്കുന്നു, അവരും നമ്മളെപ്പോലെ കഴിക്കുന്നു, നമ്മളെപ്പോലെ ജീവിക്കുന്നു, നമ്മളെപ്പോലെ തലമുറകളെ ഉണ്ടാക്കുന്നു. നമ്മൾ ചെയ്ത തെറ്റിന് അവരും കൂടെ അനുഭവിക്കുകയാണ്. അതും തെറ്റ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ അവർ വീണ്ടും അനുഭവിക്കുന്നു. ശരിക്കും ഇവിടെ ദൈവം ആറ് സൈഡിലാണ് നിൽക്കേണ്ടത്? നമ്മുടെ സൈഡിലാണോ മൃഗങ്ങളുടെ സൈഡിലാണോ? അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ശരിക്കും ചിന്തിച്ച് അല്ലെങ്കിൽ ബൈബിൾ തപ്പിയിട്ട് ഒരു കൺക്ലൂഷനിലെത്തുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.